കഴിക്കല്ലേ എന്നെ ജീവിക്കാൻ വയ്യാണ്ട് ഇടയ്ക്കുള്ള എന്നെ ജീവിക്കാനെ വിളിച്ചാ ആരെങ്കിലും. ഇജ് എന്ത് പണി കേട്ടണ? അയാൾ കുറെ ദിവസമായാലും വയ്യാണ്ട് എടുക്കണം. അയാൾക്ക് നാട്ടിലേക്ക് പോയിക്കൂടെ? അയാൾക്ക് നമ്മളെപ്പോഴും അയാൾക്ക് തന്നെ നോക്കാൻ പറ്റുമോ അയാളെ? നിങ്ങളൊന്ന് വെറുതെ ഇരിക്കാക്ക, ഞാൻ പോയി വിളിച്ചിട്ടേ അയാളെ. നജീബിക്ക എന്താണ് സങ്കടപ്പെട്ടിരിക്കണത്? എന്തിനാ നിങ്ങൾക്ക് അറിയണത്? എന്ത് പറ്റി പറയ്. ഓൻ പറയുന്നൊക്കെ ഞാൻ കേട്ടു. നജീബ്ക്കടെ നജീബിക്ക് വന്നില്ല. എന്തെറ്റി? ഇയാള് പറയണേക്ക അയാൾക്ക് കേട്ട്. അയാള് റൂമിൽ നിന്ന് കരയണേന്ന്. അല്ലങ്ങ എന്ത് വർത്താനം ഇഞ്ഞ് പറഞ്ഞേ? അയാൾക്ക് എത്ര വിഷമിക്കണ്ടോ? എന്ത് മനസ്സാറോ എന്റെ മനസ്സല്ലോ. നമ്മളൊക്കെ ഒരുപാട് പണിയിലായിരുന്ന സമയത്ത് നമ്മളൊക്കെ സഹായിച്ച വ്യക്തിയല്ലേ. അയാൾക്ക് നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പുള്ളി നാട്ടിലോട്ട് പോകാത്തത്. ഒരുപാട് ബാധ്യതയുള്ള മനുഷ്യനാണ്, അയാളോട് നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ഫുഡ് കഴിക്കാം. ഇല്ലക്ക കഴിച്ചില്ല. അസ്കര ഫുഡ് കഴിക്കാൻ. ഇല്ലക്ക വേണ്ടക്ക. അത് ഫുഡ് കഴിക്കാം. ആദ്യം ഫുഡ് കഴിക്കും. നജീബ്ക്ക സോറി നജീബ്ക്ക, എന്തെന്ന് അറിയാതെ സംഭവിച്ചപ്പോഴാണ്, എന്നോട് ക്ഷമിക്കും. എന്തിന് സോറി കരളെ? പക്ഷെ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാളെ പറ്റി പറയുമ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രവാസികളായ നമുക്ക് പ്രവാസികൾ മാത്രമേ ഉള്ളൂ, വേറെ ആരാ ഉള്ളത്? ഒരു കുഴപ്പമില്ല.